ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള പൂക്കാം കായ്ക്കാം എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ മുഴുവനായിട്ടുള്ള വിശദീകരണവും അതുപോലെ തന്നെ ഇതിലെ പ്രവർത്തനങ്ങളും അവസാനം കൊടുത്തിട്ടുള്ള ലെറ്റ്സ് അസസ് എന്നുള്ള പ്രവർത്തനം, വിലയിരുത്താം എന്ന പ്രവർത്തനം കൂടെയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷെ എല്ലാ പാഠവും കൂടെ ഒരുമിച്ച് കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് പറയട്ടെ, കൂടാതെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. 4ാമത്തെ പാഠഭാഗം പൂക്കാം കായ്ക്കാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? സ്കൂളിൽ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനമാണ് അല്ലേ. ഒരു കുട്ടി ചോദിക്കുകയാണ്, എല്ലാ പൂക്കളിൽ നിന്നും ഇതുപോലെ കായ്കൾ ഉണ്ടാകുമോ ടീച്ചർ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. ടീച്ചറെ അടുത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ് അല്ലേ. അപ്പോൾ കുട്ടികളുടെ സംശയം ശ്രദ്ധിച്ചില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. എല്ലാ പൂക്കളും കായ്ക്കോ? ഇല്ല അല്ലേ. ചിലത് മാത്രമേ കായ്ക്കുള്ളൂ, എല്ലാ പൂക്കളും കായ്ക്കില്ല എന്ന് തന്നെയാണ് നമ്മളുടെയും ഉത്തരം. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതെല്ലാം പൂക്കൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? കൂട്ടുകാരുമായി ചേർന്ന് ചിത്രത്തിലെ പൂക്കൾ തിരിച്ചറിഞ്ഞ് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് മുക്കുറ്റിയാണ് അല്ലേ. രണ്ടാമത്തേത് വെള്ള നിറത്തിലുള്ളത് തുമ്പയാണ്. മൂന്നാമത്തേത് തൊട്ടാവാടിയാണ്. അവസാനം കൊടുത്തിട്ടുള്ളത് കണിക്കൊന്നയാണ്. അപ്പോൾ അവിടെ താഴെ എഴുതി കൊടുക്കുക മുക്കുറ്റി, തുമ്പ, തൊട്ടാവാടി, കണിക്കൊന്ന. എല്ലാ പൂക്കളും ഒരുപോലെയല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതൊക്കെ കാര്യങ്ങളിലാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പൂക്കൾ നിരീക്ഷിക്കൂ, അവയുടെ വൈവിധ്യം തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ എന്താണ് പട്ടികയിലുള്ളത്? പേര്, നിറം, മണം, ഒറ്റപ്പൂവ് അല്ലെങ്കിൽ പൂങ്കുലയായിട്ടാണോ കാണുന്നത്? അതുപോലെ ഇതളുകളുടെ എണ്ണം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ ആദ്യത്തേത് കൊടുത്തിട്ടുണ്ട് റോസാപ്പൂവ്. റോസാപ്പൂവിൻ്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്, മണം ഉണ്ട്, ഒറ്റ പൂവായിട്ടാണ് കാണപ്പെടുന്നത്, ധാരാളം ഇതളുകളും ഉണ്ട്. അടുത്തത് മുല്ലയാണ്. മുല്ല വെള്ള നിറമാണുള്ളത്, മണമുണ്ട്, ഒറ്റ പൂവാണ്, ധാരാളം ഇതളുകൾ ഉണ്ട്. ഇനി തെച്ചി എന്ന് പറയുന്നത് ചുവപ്പ് നിറത്തിലാണുള്ളത്, അതിന് മണം ഇല്ല, പൂങ്കുലയായിട്ടാണ്, ഒറ്റ പൂവല്ല, ഒരു പൂങ്കുലയായിട്ടാണ് കാണപ്പെടാറുള്ളത്, 4 ഇതളുകളാണ് ഒരു പൂവിന് ഉള്ളത്. ഇനി താമര പിങ്ക് നിറത്തിലാണുള്ളത്, മണം ഉണ്ട്, ഒറ്റ പൂവായിട്ട് കാണപ്പെടുന്നു, ധാരാളം ഇതളുകൾ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ പട്ടിക പൂർത്തിയാക്കി കൊടുക്കണം. ഇനി നിങ്ങൾ നിരീക്ഷിച്ച വിവിധ പൂക്കളുടെ നിറം, മണം, ഇതളുകളുടെ എണ്ണം എന്നിവ വ്യത്യാസമാണെന്ന് ഇപ്പോൾ നമുക്കിതിൽ നിന്നും മനസ്സിലായി അല്ലേ. ഇവിടെ നമ്മൾ 4 നോക്കിയത്. നമുക്ക് ചുറ്റുമുള്ള പൂക്കൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പൂക്കൾക്ക് ഇതളുകൾ മാത്രമാണ് ഉള്ളത്, മറ്റു ഭാഗങ്ങളുമില്ലേ? അവ നിരീക്ഷിച്ച എല്ലാ പൂക്കളിലും ഭാഗങ്ങൾ ഒരുപോലെയാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതളുകൾ മാത്രമല്ല ഒരു പൂവിനുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ഭാഗങ്ങളാണ് ഒരു പൂവിന് ഉള്ളത് എന്നുള്ളത്. പൂക്കളുടെ ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അതിനായി ഒരു ചെമ്പരത്തി പൂവ് നിരീക്ഷിക്കൂ. ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അവ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, പൂവിനുള്ളത് ഒന്ന് എന്താണ്? ദളം എന്നുള്ളതാണ്. ദമം എന്നല്ല, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ദളം ആണ്. ഓക്കെ, ദളമാണ്. പിന്നെയുള്ളത് ഏത് ഭാഗമാണ്? താഴെ നോക്കൂ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ വിതളം എന്ന് പറയുന്നത്. വിതളം ഇതെന്താണ്? ഈ താഴേക്കുള്ള ഇതിനെയാണ് നമ്മൾ പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. പൂഞ്ഞെട്ട്. അപ്പോൾ ഒരു പൂവിനുള്ളത് ദളം, വിതളം, പൂഞ്ഞെട്ട്, ഈ ഭാഗങ്ങളൊക്കെയാണ്. ഇനി ഒരു പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളും അവയുടെ ധർമ്മവും സംബന്ധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? പൂഞ്ഞെട്ട്, അതുപോലെ തന്നെ പുഷ്പാസനം, വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം, ഇതൊക്കെയാണ് ഇതിൻ്റെ ധർമ്മങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു പൂഞ്ഞെട്ടാണ് അഥവാ പെഡിസലാണ്. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. അടുത്തത് പുഷ്പാസനമാണ്. അതെന്താണ്? പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടം നൽകുന്നതാണ്. ഇതാണ് പുഷ്പാസനം എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചിത്രത്തിൽ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് വിതളപുടമാണ് അഥവാ കാലിക്സ് ആണ്. വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഈ ഒരു വിതളപുടമാണ്. ഈ ഭാഗമാണ് ഇങ്ങോട്ട് ചാഞ്ഞു കിടക്കുന്നത്. ഇത് വിരിയുമ്പോഴാണ് ഇങ്ങനെ ആവുന്നത്. മറ്റത് ആ മൊട്ടിനെയാണ് സൂക്ഷിക്കാറുള്ളത്. അടുത്തത് ദളപുടം അഥവാ കോറല്ലയാണ്. ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നത് ഈ ദളപുടമാണ്. ഓക്കെ, ഈ ഭാഗമാണ് ദളപുടം എന്ന് പറയുന്നത്.
ഇനി അടുത്തത് കേസരപുടമാണ്. കേസരപുടം എന്ന് പറയുന്നത് ഇത് ഈ നിറത്തിലുള്ള ഈ ഒരു പച്ച കളറിൽ കാണുന്നതാണ് കേസരപുടം എന്ന് പറയുന്നത്, അഥവാ ആൻഡ്രോസിയം എന്ന് പറയും. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗം കൂടെയാണ് ഈ കേസരപുടം എന്ന് പറയുന്നത്. അടുത്തത് ജനിപുടമാണ്, അഥവാ ജൈനോസിയമാണ്. പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. ഇതാണ് ജനിപുടം എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗമാണ് ജനിപുടം എന്ന് പറയുന്നത്. അത് എന്താണ്, പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. ജനിപുടത്തിന് ഒന്നോ ഒന്നിലധികമോ ജനികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഭാഗവും അതിൻ്റെ ധർമ്മവും നമ്മൾ മനസ്സിലാക്കി കൂട്ടുകാർ ഇതൊക്കെ പഠിച്ചു വെക്കുക. പൂവിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും വ്യത്യസ്ത ധർമ്മങ്ങളാണുള്ളത് എന്ന് പട്ടികയിലൂടെ നമുക്ക് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ പട്ടിക ചാർട്ട് പേപ്പറിൽ പകർത്തി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കൂടെ ചിത്രം കൂടെ വരച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അടുത്തത് നിരീക്ഷിക്കാൻ പഠിക്കാം എന്നുള്ളതാണ്. പൂവിൻ്റെ ഓരോ ഭാഗവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാലോ എന്തെല്ലാം സാമഗ്രികൾ അതിന് വേണം? എന്തൊക്കെ വേണം? വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ വേണം, കാരണം എല്ലാ പൂക്കളും ഒരുപോലെയല്ല. വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ എടുക്കുക. അതുപോലെ ഹാൻഡ് ലെൻസ് എടുക്കുക. ഹാൻഡ് ലെൻസ്, ഫോഴ്സപ്സ്, വെള്ള പേപ്പർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓരോ പൂവും ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കും. പട്ടികയിലൂടെ തിരിച്ചറിഞ്ഞ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നിരീക്ഷിച്ച പൂവിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ നിരീക്ഷിച്ച ഒരു പൂവിൻ്റെ ഭാഗങ്ങൾ സൂക്ഷ്മമായി വേർതിരിച്ച് ഒരു വെള്ള പേപ്പറിൽ വെച്ച് പ്രദർശിപ്പിക്കുകയും കൂടെ ചെയ്യാം. എന്നാൽ ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് ജനിപുടം നെടുകെ മുറിച്ച് ഭാഗങ്ങളെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചു നോക്കാം. നിങ്ങൾ പ്രദർശിപ്പിച്ച പൂവിൽ വിതളപടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങൾ കാണുന്നുണ്ടോ എന്നും നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു പൂർണ്ണ പുഷ്പം അഥവാ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെയാണ് നമ്മൾ പൂർണ്ണ പുഷ്പം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫ്ലവറിന് ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണോ? എല്ലാ പുഷ്പങ്ങളിലും ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നിരീക്ഷിക്കാം. അപ്പോൾ അവിടെ എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിരീക്ഷണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 1-2 പൂവുകൾ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞു തരാം. മുല്ലയാണ് എടുക്കുന്നത് എന്ന് വെക്കുക. മുല്ലയുടെ പൂഞ്ഞെട്ട് എന്ന് പറയുന്നത് അതിന് പൂഞ്ഞെട്ടും ഉണ്ട്. പുഷ്പാസനം എന്ന് പറയുന്നത് അതിനുണ്ട്. അതുപോലെ തന്നെ വിതളം എന്ന് പറയുന്നത് ഉണ്ട്. ചെറിയ പച്ച നിറത്തിലായിരിക്കും കാണുന്നുണ്ടാവുക. ദളവുമുണ്ട്, അത് വെള്ള നിറത്തിലാണ് ഉണ്ടാവുക. കേസരപുടം ഉണ്ട്, അതുപോലെ തന്നെ ജനിപുടവും ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് റോസ് ആണെന്ന് വിചാരിക്കുക. റോസിന് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത് ഉണ്ട്, അതുപോലെ പുഷ്പാസനമുണ്ട്. വിതളം ധാരാളമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ ദളം ധാരാളം പിങ്ക് നിറത്തിലുണ്ടായിരിക്കും. കേസരപുടം ഉണ്ടായിരിക്കും, ജനിപുടം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കുറച്ച് പൂവുകളെ എടുത്തിട്ട് അതിലിതൊക്കെ ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിച്ച് നിങ്ങൾ പട്ടിക പൂർത്തിയാക്കുക. ഇനി അടുത്തത് പൂക്കാത്ത സസ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എല്ലാ ചെടികളും പുഷ്പിക്കുമോ? നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ചെടികളും പുഷ്പിക്കാറുണ്ടോ? ഇല്ല അല്ലേ. പൂക്കാത്ത നിങ്ങളുടെ വീട്ടിലെ പരിസരത്തുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഉണ്ട്, കാരണം ഈ മണി പ്ലാന്റ് ഒക്കെ അല്ലേ, മണി പ്ലാന്റ് ഒക്കെ എന്താണ്, പൂക്കാത്ത ചെടികളാണ് മണി പ്ലാന്റ്. അതുപോലെ തന്നെ ഈ കച്ചാർ വാഴ ഒന്നും പൂക്കാറില്ല. അപ്പോൾ ഇത്തരത്തിലും പൂക്കാത്ത ചെടികൾ നമുക്ക് ചുറ്റുമുണ്ട്. സസ്യലോകത്ത് പൂക്കുന്ന സസ്യങ്ങൾ മാത്രമല്ല പൂക്കാത്തവയുമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിരീക്ഷിച്ച് പൂക്കാത്ത സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പൈന്, സൈക്കസ്, പഞ്ഞല്, കച്ചാർവാഴ, മണി പ്ലാന്റ് ഇത്തരത്തിലുള്ളതൊക്കെ പൂക്കാത്ത സസ്യങ്ങളാണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട് പൈന്, സൈക്കസ്, പഞ്ഞല് ഒക്കെ. ഇവ കൂടാതെ പായലുകൾ പോലെയുള്ള ചെറു സസ്യങ്ങളും പുഷ്പിക്കാറില്ല. നിങ്ങളുടെ സ്കൂൾ ഉദ്യാനം സന്ദർശിച്ച് പൂക്കാത്ത സസ്യങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്താനും വേണ്ടി പറയുന്നുണ്ട്. ഇനി നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് എങ്ങനെയാണ്? നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് നീലക്കുറിഞ്ഞി. ഇവ 12 വർഷത്തിലൊരിക്കൽ കൂട്ടമായി പൂവിടുന്നു. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പൂക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ നീലക്കുറിഞ്ഞി ഒരു പൂവിടുന്നതാണ്, പക്ഷെ അത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂ ഇടാറുള്ളൂ.
ഇനി എന്തൊക്കെയാണ് പൂവിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? പൂവ് കൊണ്ട് എന്തെങ്കിലും ധർമ്മം നമുക്കുണ്ടോ? ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്താനാണ്. എന്തൊക്കെയാണ്? ഫലം ഉണ്ടാകുന്നത് പൂക്കളിൽ നിന്നാണ് അല്ലേ? അപ്പോൾ താഴെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. പൂവിൽ നിന്ന് ഫലം ഉണ്ടാക്കുന്നു, ഫലത്തിനുള്ളിൽ വിത്ത് ഉണ്ടാകുന്നു, വിത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പൂക്കളിൽ നിന്നും കിട്ടുന്നത്. ഇനി ഫലവും വിത്തും എന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്. പൂവിൽ നിന്ന് ഫലവും ഫലത്തിനുള്ളിലെ വിത്തിൽ നിന്ന് പുതിയ ചെടിയും ഉണ്ടാകുന്നു എന്ന് ചിത്രീകരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി അല്ലേ? എങ്ങനെയാണ് പൂവിൽ നിന്നും ഫലവും വിത്തും ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പ്രത്യുൽപാദനം വഴിയാണ് ഉണ്ടാകുന്നത് അല്ലേ? താഴെ പറയുന്നുണ്ട്, പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ എന്ന് പറയുന്നത്? ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആൺ പ്രത്യുൽപാദനാവയവമാണ് കേസരപുടം എന്ന് പറയുന്നത്, പെൺ പ്രത്യുൽപാദനാവയവമാണ് ജനിപുടം എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും അവിടെ എഴുതി കൊടുക്കുക. ഇനി താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് കേസരത്തിൻ്റെയും ജനിയുടെയും ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ, ഏതാണ് കേസരം ഏതാണ് ജനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതാണ് നമ്മുടെ ജനി എന്ന് പറയുന്നത്, പെൺ പ്രത്യുൽപാദന അവയവം. കേസരം എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളാണ്. കണ്ട, ഈ ഒരു ഭാഗങ്ങളാണ് കേസരം എന്ന് പറയുന്നത്. ഇതും ഈ ഒരു നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളും ഇതെല്ലാം കേസരമാണ്. കേസരം ആൺ പ്രത്യുൽപാദന അവയവമാണ്. ഇനി കേസരത്തിനുള്ളിലുള്ളത് എന്തൊക്കെയാണ്? പരാഗിയും തന്തുകയുമാണ്. ഇതെന്താണ്? ഇതിനെയാണ് നമ്മൾ പരാഗി എന്ന് പറയുക, ഇതിനെ തന്തുകം എന്ന് പറയുന്നു. ഇനി ജനിയിലുള്ളത് ഓവ്യൂള്, ഇതാണ് ഓവ്യൂള്, ഇതാണ് അണ്ടാശയം എന്ന് പറയുന്നത്, ഇത് അതിൻ്റെ ജനിത്തണ്ടാണ്, ഇത് പരാഗണ സ്ഥലമാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ജനിപുടത്തിന് ഉള്ളത്. അപ്പം എന്തൊക്കെയാണ് കേസരപുടത്തിനുള്ളത്, എന്തൊക്കെയാണ് ജനിപുടത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി ഇവിടെ താഴെ പറയുന്നുണ്ട്, കേസരപുടം എന്ന് പറയുന്നത് കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിൽ തന്തുകം അഥവാ ഫിലമെന്റ്, പരാഗി, ആന്തർ എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ, പോളൻ ഗ്രെയിൻസ് ഉള്ളത്. പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. ഇനി ജനിപുടം എന്ന് പറയുന്നതോ പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിയിൽ പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മ, ജനിത്തണ്ട്, അതിൻ്റെ സ്റ്റൈല്, അണ്ടാശയം, ഓവറി എന്നീ ഭാഗങ്ങളുണ്ട്. അണ്ടാശയത്തിനുള്ളിലെ ഓവ്യൂളിനുള്ളിലാണ് അണ്ടം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് കേസരം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ്? തന്തുകം, പരാതിയല്ല പരാഗിയാണ് കേട്ടോ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പരാഗി എന്നീ ഭാഗങ്ങൾ ചേർന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? പരാഗിയിലെ അറകളിലാണ്, പരാഗിയിലെ അറകളിൽ. 3, ജനിയുടെ ഭാഗങ്ങൾ ഏതാണ്? പരാഗണ സ്ഥലം, ജനിത്തണ്ട്, അണ്ടാശയം, ഇവയൊക്കെയാണ് ജനിയിൽ കാണപ്പെടുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, പെൺബീജം കാണപ്പെടുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് പെൺബീജം കാണുന്നത്? അണ്ടാശയത്തിനുള്ളിലെ ഓവ്യൂളിനുള്ളിലാണ് അണ്ടം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഇനി ജനിപുടം, കേസരപുടം എന്നിവയുടെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഛേദം വ്യക്തമാക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും ഭാഗങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് പരാഗണ സ്ഥലം എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്? ഈ ഭാഗങ്ങൾ കേശര സ്ഥലമാണ്, കേസരം. ഇനി ഇതെന്താണ്? ദളമാണ്, ഇത് വിദളമാണ്. ഇതെന്ന് പറയുന്നത് ഓവ്യൂളാണ്, ഇത് പുഷ്പാസനമാണ്, ഇത് അതിൻ്റെ പൂഞ്ഞെട്ടാണ്. അപ്പം ഇത്രയും ഭാഗങ്ങൾ അവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഛേദമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ചെമ്പരത്തി പൂവിൻ്റെ ഛേദം ശാസ്ത്ര പുസ്തകത്തിൽ വരച്ച് അടയാളപ്പെടുത്താനും പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അടയാളപ്പെടുത്തുക, അത് ചിലപ്പോൾ എക്സാമിനൊക്കെ വരും. അപ്പോൾ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകുമോ? നിങ്ങളുടെ ഊഹം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയം ഉണ്ടായിരിക്കുമോ കൂട്ടുകാരെ? എന്താണ് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ കാണുന്ന പൂക്കളാണ് ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പഴപ്പൂവ്, അരമണ മരപ്പൂവ് എന്നിവയൊക്കെ.
അപ്പോൾ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടായിരിക്കും. അത് കാണപ്പെടുന്നത് ഏതിലൊക്കെയാണ്? ഇവിടെ പറയുന്നുണ്ട് ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പഴപ്പൂവ്, അരമണപ്പൂവ് എന്നിവയിലൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇനി പൂക്കളിലും ആണും പെണ്ണും ഉണ്ടോ? പൂക്കളിൽ ആണും പെണ്ണും എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടോ കൂട്ടുകാരെ? നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ പൂക്കളിലും കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനമാണിത്. അതിന് ആവശ്യമായിട്ടുള്ളത് വെണ്ട, മത്തൻ എന്നിവയുടെ പൂക്കൾ എടുക്കുക, ഹാൻഡ് ലെൻസും എടുക്കുക. എന്നിട്ട് വെണ്ടയുടെ പൂക്കളും മത്തൻ പൂക്കളും നിരീക്ഷിച്ചു അവയുടെ കേസരപുടം, ജനിപുടം എന്നീ ഭാഗങ്ങൾ കണ്ടെത്തും. രണ്ട് പൂക്കളിലും കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെയാണോ കാണുന്നത് എന്നും രണ്ട് പൂക്കളും ഇക്കാര്യത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വെണ്ടയിൽ എന്താണ് കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെയാണ് കാണപ്പെടുന്നത്. എന്നാൽ മത്തനിലാണെങ്കിൽ കേസരപുടവും ജനിപുടവും വ്യത്യസ്ത പൂക്കളിലാണ് കാണപ്പെടുന്നത്, അഥവാ എല്ലാ പൂക്കളിലും കാണപ്പെടാറില്ല എന്ന അർത്ഥം. ഇനി കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്ന സസ്യങ്ങളുണ്ട്. കേസരപുടവും ജനിപുടവും പ്രത്യേകം പൂക്കളിൽ കാണപ്പെടുന്ന സസ്യങ്ങളും ഉണ്ടെന്ന് പട്ടികയിൽ നിന്നും മനസ്സിലായി. ഇനി കേസരപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ആൺപൂക്കൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് പെൺപൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനിപുടം മാത്രം കാണപ്പെടുന്നതായിരിക്കും അല്ലെ. അപ്പൊ മത്തന്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണോ? അതുപോലെ തന്നെ അത് ചർച്ച ചെയ്യുക. വെണ്ടയുടെ പൂവിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിലാണ് കാണപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ ചെണ്ടയുടെ പൂവ് എന്ന് പറയുന്നത് ഏകലിംഗ പുഷ്പമാണോ ദ്വിലിംഗ പുഷ്പമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാവണം എന്താണ് ഏകലിംഗ പുഷ്പവും എന്താണ് ദ്വിലിംഗ പുഷ്പവും എന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ കേസരപുടം, ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്നതിനെയാണ് നമ്മൾ ഏകലിംഗ പുഷ്പങ്ങൾ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നതിനെയാണ് നമ്മൾ ദ്വിലിംഗ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിക്കുക. എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഏകലിംഗ പുഷ്പങ്ങളിൽ വരുന്നത്, ഏതൊക്കെയാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ വരുന്നത് എന്ന് നോക്കണം. അപ്പൊ ഏകലിംഗ പുഷ്പങ്ങൾ പാവല്, വെള്ളരി, കുമ്പളം, മത്തനി ഇതൊക്കെ ഏകലിംഗ പുഷ്പങ്ങളാണ്. ഇനി ദ്വിലിംഗ പുഷ്പങ്ങളാണെങ്കിൽ ചെമ്പരത്തി, അരളി, തക്കാളി, ശംഖുപുഷ്പം എന്നിവയൊക്കെ ദ്വിലിംഗ പുഷ്പങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ചുറ്റും നിരീക്ഷിക്കുക. എന്നിട്ട് കൂടുതൽ പൂക്കൾ നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെയാണ് ഏകലിംഗം ഏതൊക്കെയാണ് ദ്വിലിംഗം എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി ചെടികളിലും ആണും പെണ്ണും എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ. അപ്പൊ ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും ഉണ്ടാകുമോ? ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ ആൺ സസ്യങ്ങളെന്നും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ പെൺ സസ്യങ്ങൾ എന്നും വിളിക്കാറുണ്ട്. അഥവാ ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും ഡയോൾസിയസ് പ്ലാന്റ്സ് ആൻഡ് മോണോസൈസ് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ എന്നിവയൊക്കെ. ഇനി ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവയൊക്കെ ദ്വിലിംഗ സസ്യങ്ങളാണ്. ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. പൂക്കളിലെ പ്രത്യുൽപാദന അവയവങ്ങളെ കുറിച്ചും അവയുടെ ധർമ്മങ്ങളെ കുറിച്ചും നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലേ. പൂവിൽ നിന്നും വിത്തുണ്ടാകണമെങ്കിൽ പുംബീജവും അണ്ഡവും യോജിക്കേണ്ടേ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? പുംബീജം പരാഗരേണുക്കളിലും അണ്ഡം അണ്ഡാശയത്തിലുമാണ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പൊ പുംബീജവും അണ്ഡവും തമ്മിൽ യോജിക്കണമെങ്കിൽ പരാഗരേണുക്കൾ ജനിപുടത്തിലെ പരാഗണ സ്ഥലത്തേക്ക് പതിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ അവർക്ക് യോജിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. രണ്ട് പുഷ്പങ്ങളിലാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനെയാണ് നമ്മൾ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്ന് പറയുന്നത്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത്. വളരെ രസമുണ്ടല്ലേ. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. അപ്പൊ പരാഗിയിലാണ് ഇതുള്ളത്. അതിന്റെ രേണുക്കൾ എവിടെ എത്തണം? ഇതിന്റെ പരാഗണം എവിടെയാണോ നടക്കേണ്ടത് അവിടേക്ക് എത്തണം. അതിനെയാണ് നമ്മൾ പരാഗണം എന്ന് പറയുന്നത്. ഇനി പരാഗണം നടത്താൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. പൂക്കളുടെ കൂട്ടുകാർ ആരാണ്? തേനും തേനീച്ചകളും അതുപോലെ പൂമ്പാറ്റകളും ഒക്കെയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാകാം? നിങ്ങളുടെ ഊഹം എഴുതാനാണ് പറയുന്നത്. അതിന്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
തേനും പൂമ്പൊടിയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഓക്കെ, ഇവ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കൊണ്ട് പൂക്കൾക്ക് എന്താണ് പ്രയോജനം? പൂക്കളെ പരാഗണം നടത്താൻ ഇവർ സഹായിക്കുന്നുണ്ടോ? ഇവ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പരാഗണ രേണുക്കൾ കൊണ്ടുപോവുകയും പരാഗണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? പ്രാണികളും പക്ഷികളും ഒക്കെയാണല്ലേ. അപ്പൊ ഏതെല്ലാം ഘടകങ്ങളാണ് പരാഗണത്തെ സഹായിക്കുന്നത്? പ്രാണികളും പക്ഷികളും പരാഗണത്തെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇവരെയാണ് നമ്മൾ പരാഗണകാരികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രാണികളും പക്ഷികളും മാത്രമാണോ പരാഗണത്തെ സഹായിക്കുന്നത്? അല്ല, കാറ്റിലൂടെയും പരാഗണം നടക്കാറുണ്ട്. അപ്പൊ ജീവികളെ കൂടാതെ പരാഗണത്തിന് സഹായിക്കുന്ന ഏതെല്ലാം പരാഗണികളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, പ്രാണികൾ, പക്ഷികൾ, ജലം, കാറ്റ്, ഇതൊക്കെ പരാഗണികളാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ താഴെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നോക്കൂ, ഞങ്ങളിൽ പരാഗണം നടക്കാൻ ജലം ആവശ്യമാണ് എന്നാണ് കുരുമുളക് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളിൽ കാറ്റ് വഴിയാണ് പരാഗണം നടക്കുന്നത്. ഭാരം കുറഞ്ഞ ധാരാളം പരാഗണ രേണുക്കൾ ഉള്ളത് കൊണ്ട് ഇത് സാധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കുരുമുളകിലെ പരാഗണി എന്ന് പറയുന്നത് ആരാണ്? പരാഗണകാരി എന്ന് പറയുന്നത് ജലമാണ് അല്ലെ, ജലം ആണ്. ഇനി നെല്ലിലാണെങ്കിലോ, നെല്ലിൽ ഇത് കാറ്റാണ് നടത്തുന്നത്. അപ്പൊ രണ്ടിലും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പരാഗണകാരികളാണ് ഉള്ളത്. ഇനി ഈ രീതിയിൽ പരാഗണം നടത്തുന്ന സസ്യങ്ങളിൽ പരാഗണകാരികൾ ആകർഷിക്കുന്നതിന് നിറം, തേന്, മണം തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യമുണ്ടോ? എല്ലാത്തിനും ആവശ്യമില്ല, ചിലതിന് മാത്രമേ ആവശ്യമുള്ളൂ. ചിലതിൽ എന്താണ്, പൂക്കൾക്ക് ചുറ്റുമുള്ള ഇലകൾ നിറം മാറുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ തന്നെ ചെറുത് പൂങ്കുലകൾ കാണുമ്പോൾ ചിലതിൽ ദുർഗന്ധം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഏതെല്ലാം പരാഗണകാരികളെയാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത്? ആരൊക്കെയാണ്? പ്രാണികൾ, അതുപോലെ തന്നെ പക്ഷികൾ, കാറ്റ്, ജലം, ഇതൊക്കെ പരാഗണകാരികളാണ്. ഇനി പരാഗണകാരികൾക്ക് ഒരു നിർവചനം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? പരാഗണത്തെ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്. ഓക്കെ, പരാഗണത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ. ഇനി ഇവിടെ വാനിലയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് വാനില എന്ന് പറയുന്നത്. ഈ സസ്യത്തിന്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ തന്നെ പൂക്കളെ കൃത്രിമ പരാഗണം നടത്തിയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് സ്വപരാഗണവും പരപരാഗണവുമാണ് അടുത്ത വിഷയമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണതെന്ന് നമുക്ക് നോക്കാം. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏതെല്ലാം രീതിയിലാണ് പരാഗണം നടത്താൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കൂ. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? ഇവിടെ പരാഗണ രേണുക്കൾ അതേ പൂവിൽ തന്നെ പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട്, അഥവാ ഇവിടെ നിന്നും എടുത്തിട്ട് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ പൂവിൽ തന്നെ പതിക്കുന്നതാണ് അവിടെ കാണുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. രണ്ടാമത്തേതിൽ എന്താണ് സംഭവിക്കുന്നത്? പരാഗണ രേണുക്കൾ ഒരു പൂവിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു പൂവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എഴുതാം, പരാഗണ രേണുക്കൾ അതേ ചെടിയുടെ മറ്റൊരു പൂവിൽ പതിക്കുന്നു. ഇനി മൂന്നാമത്തേത്, ഈ ചെടിയിൽ നിന്നും ഇപ്പുറത്തെ ചെടിയിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പോൾ അവിടെ പരാഗണ രേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ പൂവിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൂന്ന് രീതിയിലാണ് പരാഗണം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് സ്വപരാഗണവും അതുപോലെ തന്നെ പരപരാഗണവും എന്ന് നോക്കാം. സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ. ഒരു പൂവിലെ പരാഗണ രേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. ഇനി ഒരു പൂവിൽ നിന്ന് പരാഗണ രേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൂവിലെ പരാഗണ രേണുക്കൾ അതേ പൂവിൽ തന്നെയാണെങ്കിൽ അതിനെ സ്വപരാഗണം എന്നും, അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിനാണ് നടത്തുന്നത് എങ്കിൽ അതിലെ പരപരാഗണവും എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ 1ഉം 2ഉം എന്താണ്? സ്വപരാഗണം ആണ്. ഓക്കെ, 1ഉം 2ഉം സ്വപരാഗണവും അതുപോലെ തന്നെ ചിത്രം 3 എന്ന് പറയുന്നത് പരപരാഗണവുമാണ്. ഇനി താഴെയുള്ള പ്രസ്താവനകളെ ശരിയായിട്ടുള്ളതിനെ വിശകലനം ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഏകലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രം നടക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏകലിംഗ സസ്യങ്ങളിൽ എന്താണ് നടക്കുന്നത്? പരപരാഗണം മാത്രമേ നടക്കുള്ളൂ. അത് ശരിയായിട്ടുള്ളതാണ്. ഇനി ദ്വിലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത് എന്താണ്? തെറ്റാണ്. മൂന്നാമത്തേത്, ദ്വിലിംഗ പുഷ്പങ്ങളിൽ സ്വപരാഗണവും പരപരാഗണവും നടക്കുന്നു എന്ന് പറയുന്നതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയുമാണ് ശരിയായിട്ടുള്ളത്, രണ്ടാമത്തേത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്.
ഇനി പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞ് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചില സസ്യങ്ങളിലെ പൂക്കളിൽ ആൺപെൺ ലിംഗാവയവങ്ങൾ വ്യത്യസ്ത സമയത്താണ് പാകമാകുന്നത്. ഉദാഹരണത്തിന് സൂര്യകാന്തിയിൽ കേസരം പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ജനിപുടത്തിന്റെ വളർച്ച പൂർണ്ണമാകുന്നത്. അവക്കാഡോയിൽ ജനിപുടത്തിന്റെയും കേസരത്തിന്റെയും വളർച്ച പൂർത്തിയാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. മോന്തോനിയിൽ സ്വപരാഗണം നടത്തുന്നതിനായി കേസരവും ജനിപുടവും രണ്ട് ദിശയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഓരോ സസ്യങ്ങളിലും ഇത് നടക്കുന്നതും വ്യത്യസ്ത രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി പരാഗണത്തിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കണം അല്ലെ. പരാഗണത്തിന് ശേഷം പരാഗണ രേണുവിന് എന്താണ് സംഭവിക്കുക? ഇവിടെ താഴെ നൽകിയിരിക്കുന്ന പ്രക്രിയ ഒന്ന് നോക്കാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, അടുത്ത് സംഭവിക്കുന്നത് ബീജസങ്കലനമാണ് അഥവാ ഫെർട്ടിലൈസേഷൻ ആണ്. ഇവിടെ പരാഗണത്തിന് ശേഷം പരാഗണ രേണു ജനിത്തണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു ട്യൂബ് ആയിട്ട് വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അഥവാ മെയിൽ ജമേറ്റ് അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി എഗ്ഗുമായി കൂടിച്ചേർന്ന് പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമാകുകയാണ്. സൈഗോട്ട് പ്രക്രിയയാണ് അവിടെ ബീജസങ്കലനം വഴി നടക്കുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, പരാഗണത്തിന് ശേഷം പരാഗണ രേണുവിന് എന്ത് സംഭവിക്കുന്നു? എന്താണ് അവിടെ സംഭവിക്കുന്നത്? പരാഗണ രേണു ജനിത്തണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേത്, പരാഗണ രേണുവിലെ പുംബീജം അണ്ഡാശയത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? ജനിത്തണ്ടിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. 3, എന്താണ് ബീജസങ്കലനം എന്ന് പറഞ്ഞാൽ? പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്ന പ്രക്രിയയാണ് നമ്മൾ ബീജസങ്കലനം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, ബീജസങ്കലനം നടന്ന അണ്ഡം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സിക്താണ്ഡം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിക്താണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ബീജസങ്കലനത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ബീജസങ്കലനത്തിന് ശേഷം തക്കാളിയുടെ പൂവിനുണ്ടാകുന്ന മാറ്റമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. എന്താണ് അവിടെ? അതിങ്ങനെ വാടി അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അല്ലെ. അപ്പൊ ഈ ചിത്രം വിശകലനം ചെയ്ത് താഴെ പറയുന്ന ഭാഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നോക്കേണ്ടത് എന്നുള്ളത്. 1, ദളങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ദളങ്ങൾ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. അതുപോലെ കേസരപുടം പരാഗണത്തിന് ശേഷം വാടിപ്പോവുകയും കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇനി അടുത്തത് അണ്ഡാശയമാണ്. അണ്ഡാശയം പഴമായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുക. പൂഞ്ഞെട്ട് കൂടുതൽ ദൃഢമാവുകയും ഫലത്തെ താങ്ങുകയും ചെയ്യുന്നു. ഇനി വിതളങ്ങളിൽ കൊഴിഞ്ഞു പോവുകയോ പഴത്തിന്റെ ഭാഗമായി തുടരുകയോ ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് ഓരോ ഭാഗങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള എല്ലാ പൂക്കളിലും ഇത്തരം മാറ്റമാണോ സംഭവിക്കുന്നത് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഇനി ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായും ഓവ്യൂൾ വിത്തായും അണ്ഡാശയം ഫലമായും മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ് അവിടെ? അടുത്തത് നമ്മൾ ഫലമാണ് ഉണ്ടാവുന്നത് അല്ലെ. ഇനി ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്നാണല്ലോ ഫലം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പം അണ്ഡാശയത്തിൻ്റെ എണ്ണവും ഫലത്തിൻ്റെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാവലിന് ഒരു പൂവിന് അണ്ഡാശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എത്ര ഫലങ്ങൾ ഉണ്ടാവും? ഒരു ഫലം തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പോൾ പാവലിൻ്റെ പൂവിനെ പോലെ മാങ്ങ, വെണ്ട, പയറ്, പപ്പായ എന്നിവയുടെ പൂക്കളിലും ഒരു അണ്ഡാശയം മാത്രമാണുള്ളത്. അപ്പോൾ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതാണ് ലഘുഫലം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി ലഘുഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും? ഒരു ഫലത്തിൽ നിന്ന് ഒന്ന് തന്നെ ഉണ്ടാവുന്നത്. ഇപ്പം മത്താല ഒന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ സീതപ്പഴത്തിൻ്റെ പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ട്. അപ്പോൾ ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് പുഞ്ചഫലങ്ങൾ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സീതപ്പഴം പുഞ്ചഫലമാണ്. പുഞ്ചഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണം നമ്മളെടുത്ത് കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് താഴെ ഒരു ടേബിൾ ഉണ്ട്, അവിടെ നമുക്ക് നോക്കാം. ഇനി വിത്തില്ലാത്ത ഫലങ്ങളും ഉണ്ട് അല്ലേ. ഇപ്പോൾ ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം ഫലമായി മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാവുകയില്ല. പാർത്തനോകാർപ്പി എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. വിത്തില്ലാ ഫലങ്ങൾ പ്രകൃതിദത്തമായി ഉണ്ടാകാറുണ്ട്, കൃത്രിമമായും അവയെ ഉണ്ടാക്കാറുണ്ട്. വാഴപ്പഴം, കൈതച്ചക്ക എന്നിവ ഇത്തരം പ്രകൃതിദത്ത ഫലങ്ങളാണ്. മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ എന്നിവയുടെ വിത്തില്ലാത്ത ഇനങ്ങൾ കൃത്രിമമായി നാം വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
അടുത്ത പൂങ്കുലകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ചിത്രം നോക്കൂ. ഒന്നെന്താണ്, മാവിൻ്റെ പൂങ്കുലയാണല്ലോ, അതിൽ നിന്നും മാങ്ങ ഉണ്ടാകുന്നതാണ്. വാഴയുടെ പൂങ്കുല, അതിൽ നിന്നും വാഴ ഉണ്ടായിട്ടുള്ളതാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. മറ്റൊന്ന് നോക്കൂ, പ്ലാവിൻ്റെ പൂങ്കുലയാണല്ലേ. അപ്പം മാവിൻ്റെ പൂങ്കുലയിൽ ഓരോ പൂവും ഓരോ മാങ്ങയായി മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. വാഴയുടെ പൂങ്കുലയിലും ഓരോ പൂവും ഫലമായി മാറുന്നതും. എന്നാൽ ഇതുപോലെയാണോ പ്ലാവിൻ്റെ? അല്ല, പ്ലാവിൽ നിന്നും നമുക്ക് ഒന്നാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പം മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ പ്ലാവിൻ്റെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എല്ലാം കൂടി ചേർന്ന് ഒറ്റ ഫലമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒറ്റ ഫലമാകുന്നതാണ് സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക എന്നിവ സംയുക്ത ഫലങ്ങളാണ്. ഇനി കപട ഫലങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. പെസ്യോഡോ ഫ്രൂട്ട് എന്താണെന്ന് നോക്കാം. നാം കാണുന്ന എല്ലാ ഫലങ്ങൾക്കും അണ്ടാശയം വളർന്നാണല്ലോ ഉണ്ടാകുന്നത്. എന്നാൽ കശുമാങ്ങ എടുത്തു കഴിഞ്ഞാൽ അത് അണ്ടാശയം വളർന്നിട്ടാണോ ഉണ്ടാകുന്നത്? ഏത് ഭാഗമാണ് കശുമാങ്ങയിൽ ഫലമായിട്ട് മാറുന്നത്? മറ്റു ഫലങ്ങളിൽ നിന്ന് കശുമാങ്ങയ്ക്ക് എന്ത് വ്യത്യാസമാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ പൂക്കളിൽ അണ്ടാശയം വളർന്നാണ് ഫലം ഉണ്ടാകുന്നത്. ചില സസ്യങ്ങളിൽ അണ്ടാശയം അല്ലാതെ പൂക്കളിലെ മറ്റു ഭാഗങ്ങളും ഫലമായി മാറുന്നു. ഇവയാണ് കപട ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കശുമാങ്ങയിൽ പൂഞ്ഞെട്ട് വളർന്നാണ് അവിടെ എന്തായിട്ട് മാറുന്നത്? ഫലമായിട്ട് മാറുന്നത്. അപ്പോൾ കപട ഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ആപ്പിള്, സബർജില്ല ഇതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ. ഇതൊക്കെ എന്താണ്? കപട ഫലങ്ങളാണ്. അപ്പോൾ ഇവയുടെ പുഷ്പാസനം വളർന്ന് ഫലമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാങ്ങ, കൈതച്ചക്ക, പപ്പായ, സീതപ്പഴം, കശുമാങ്ങ, സ്ട്രോബെറി, പേരക്ക, ചാമ്പക്ക, അരമണക്കായ, ആപ്പിള്, ശീമച്ചക്ക ഇതിൽ ഏതൊക്കെയാണ് ലഘുഫലം? മാങ്ങ, പേരക്ക, പപ്പായ എന്നിവയാണ്. പുഞ്ചഫലം എന്ന് പറയുന്നത് സ്ട്രോബെറി, സീതപ്പഴം. സംയുക്ത ഫലം പൈനാപ്പിള്, കടച്ചക്ക. കപടഫലം കശുമാവ്, അതുപോലെ തന്നെ ആപ്പിൾ. ഇതൊക്കെ കപട ഫലങ്ങളാണ്. ഇനി കൂടുതൽ ഉദാഹരണം എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അടുത്തത് പുഷ്പകൃഷിയെ കുറിച്ചാണ് പറയുന്നത്. ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. പൂക്കൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? കണ്ണിന് കുളിർമ തരുന്നത് മാത്രമാണോ അതിൻ്റെ പ്രയോജനം? വേറെ എന്തൊക്കെ പ്രയോജനങ്ങളാണുള്ളത്? മരുന്നിന് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ തേനായിട്ട് ഉപയോഗിക്കാറുണ്ട്, സുഗന്ധങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്, ഭക്ഷണം, അലങ്കാരം, ചായങ്ങൾ ഇതിനൊക്കെ നമ്മൾ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നുകൂടെ പറയാം: മരുന്ന്, തേന്, സുഗന്ധങ്ങൾ, ഭക്ഷണം, അലങ്കാരം, ചായങ്ങൾ. ഇതൊക്കെ പൂക്കൾ കൊണ്ടുള്ള ഉപകാരങ്ങളാണ്. ഇനി നിങ്ങളുടെ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ വ്യത്യസ്ത ഉപയോഗമുള്ള പൂച്ചെടികൾ ഉണ്ടാകുമല്ലോ. അവ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അത് എങ്ങനെയാണ് ഉദ്യാനം സമ്പുഷ്ടമാക്കുന്നത് എന്ന് ശ്രദ്ധിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൂക്കൾ വ്യാവസായികമായി വളർത്തുന്നത് ആദായകരമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ശരിക്കുമാണ്. ഇപ്പോൾ ഓണത്തിനൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ചെണ്ടുമല്ലി കൃഷികളൊക്കെ കാണാറുണ്ട് അല്ലേ. ഒരുപാട് ആദായം കിട്ടുന്നത് തന്നെയാണ്. കാരണം ആ സമയത്തൊക്കെ ഇതിന് നല്ല വിലയും കൂടും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരും ഇനി എന്താണ് ഇവിടെ ഫ്ലോറികൾച്ചർ എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതാണ് പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. ഇനി വാണിജ്യാവശ്യങ്ങൾക്കായി വളർത്തുന്ന പൂച്ചെടികൾ ഏതൊക്കെയാണ്? ഇപ്പോൾ റോസ്, താമര, ആമ്പല്, ചെണ്ടുമല്ലി ഇതൊക്കെ നമ്മൾ വളർത്താറുണ്ട്. ഇനി ആന്തൂര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. പുഷ്പകൃഷി പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ആന്തൂര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ആകർഷകമായ ഭാഗം രൂപാന്തരം പ്രാപിച്ച ഇലകളാണ്. പൂവിനോട് ചേർന്ന് കാണുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളെ സഹപത്രം അല്ലെങ്കിൽ പ്രാക്ട്സ് എന്നാണ് പറയുന്നത്. പരാഗണകാരികളെ ആകർഷിക്കുക എന്നതാണ് പത്രങ്ങളുടെ ധർമ്മം. വാഴ, ബോഗൻവില്ല എന്നീ സസ്യങ്ങളിലും ആകർഷകമായ സഹപത്രം കാണാൻ വേണ്ടി നമുക്ക് കഴിയുന്നതാണ്. ഇനി നോക്കൂ, പൂക്കൾ നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന മനോഹര കാഴ്ച മാത്രമല്ലെന്നും അതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് സസ്യങ്ങളുടെ വംശം നിലനിർത്തുകയാണ് പൂക്കളുടെ പ്രധാനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ പൂക്കളോട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങളെയും പൂക്കളെയും നമുക്ക് സംരക്ഷിക്കുകയും കാക്കുകയും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനമാണ് നോക്കാനുള്ളത്. അത് നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. പാഠഭാഗം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം: മാവ്, വാഴ, പ്ലാവ് എന്നീ സസ്യങ്ങളുടെ പൂവ്, ഫലം എന്നിവ താരതമ്യം ചെയ്ത് വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെ മൂന്നിലും എങ്ങനെയാണ് ഓരോന്നും വ്യത്യാസമായിരിക്കുന്നത് എന്ന് പറയണം. ആദ്യം നമുക്ക് പൂവിൻ്റെ കാര്യം നോക്കാം. മാവിൽ എങ്ങനെയാണ്? ചെറുതും കൂട്ടമായും വരുന്ന പൂക്കളാണ്, സുഗന്ധമുള്ളവയാണ്, മഞ്ഞ
മഞ്ഞ പച്ച നിറത്തിലാണ് ഉള്ളത്. ഇനി വാഴയിലാണെങ്കിൽ വലിയ കനത്ത തൂവലുകളോട് കൂടിയ പൂവായിരിക്കും. അതുപോലെ തന്നെ വാഴക്കുലപ്പൂവ്, കൈപ്പൂവ് എന്നൊക്കെ ഇത് പറയാറുണ്ട്. ചുവപ്പ് പർപ്പിൾ നിറത്തിലുള്ള പുറന്തണ്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി പ്ലാവ് അല്ലെങ്കിൽ ചക്കയിൽ കാണപ്പെടുന്നത് കൂട്ടത്തോടെ വരുന്ന പൂവായിരിക്കും. ചെറുതും നീളമുള്ളതും തണ്ട് കൊമ്പിൽ നേരിട്ട് വിളയുന്നതുമായിട്ടുള്ളതാണ്. ഇനി ഫലത്തിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ മാവ് എന്ന് പറയുന്നത് ഒരു വലിയ കശേരുക ഫലമാണ്. അതുപോലെ തന്നെ ഉള്ളിൽ ഒരു കുരു ആയിരിക്കും ഉണ്ടായിരിക്കുക. മധുരമുള്ളതാണ്. വിവിധ വർഗ്ഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇനി വാഴയിലാണെങ്കിൽ കൂട്ടമായി വരുന്ന ഫലമാണ്, അഥവാ കുല എന്ന് പറയും നമ്മളതിനെ. വിത്തുകൾ ഇല്ലാത്ത മൃദുവും മധുരമുള്ളതുമായിട്ടുള്ളതാണ്. പ്ലാവ് ആണെങ്കിൽ കൂട്ടം ചേർന്ന വലിയ സംയുക്ത ഫലമാണ്. ഒറ്റ വലിയ ചക്കയിൽ അനേകം കോഴിപ്പഴങ്ങൾ, വിത്തുകൾ അഥവാ ചക്കക്കുരു എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് മൂന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെങ്ങുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഒരു ദ്വിലിംഗ സസ്യമാണ് എന്ന് പറയുന്നുണ്ട്. അത് യോജിക്കാത്തതാണോ? അല്ല, അത് ശരിയാണ്. ഇനി തെങ്ങിൽ ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യേകമായി കാണപ്പെടുന്നു എന്നതും ശരിയാണ്. പെൺപൂക്കളിൽ നിന്നാണ് തേങ്ങ ഉണ്ടാകുന്നത് എന്ന് പറയുന്നതും ശരിയാണ്. കേസരപുടം, ജനിപുടം എന്നിവ ഒരേ പൂവിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. ഇനി മൂന്നാമത്തേത്, ശരിയായവ തമ്മിൽ വരച്ച് യോജിപ്പിക്കാനാണ് പറയുന്നത്. പുഞ്ചഫലം, സംയുക്ത ഫലം, ലഘുഫലം ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വരച്ച് യോജിപ്പിക്കണം. ആദ്യം നമുക്ക് പുഞ്ചഫലം എന്താണെന്ന് നോക്കാം. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് പുഞ്ചഫലം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സംയുക്ത ഫലമാണ്. ഒരു പൂക്കുലയിൽ നിന്ന് ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നു, അവയെല്ലാം ചേർന്ന് ഒരു ഫലം പോലെയാകുന്നു, അതാണ് സംയുക്ത ഫലം. ഇനി അടുത്തത് ലഘുഫലമാണ്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതിനെയാണ് ലഘുഫലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതോടുകൂടി പാഠഭാഗം കഴിഞ്ഞു. ഇനി ഇതിലെ തുടർ പ്രവർത്തനമാണ്. അതൊക്കെ കൂട്ടുകാർ വായിച്ച് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്ത പാഠഭാഗം, അഞ്ചാമത്തെ പാഠഭാഗം പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.